ജവഹർലാൽ നെഹ്റു ഏതായാലും സ്വാതന്ത്ര്യ സമര സേനാനി അല്ലായിരുന്നു എന്ന് ഇവരേതായാലും പറയില്ലല്ലോ. ഇവർക്ക് പോലും പറയാൻ പറ്റില്ല. രാജ്യത്തിൻ്റെ ഈ 79 വർഷം തികച്ച രാജ്യത്തിൻ്റെ ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അങ്ങനെ കിടന്ന തുന്നിക്കൂട്ടിയെടുത്ത ഒരു സാധനത്തെയാണ് ഇവിടെ 79 കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെങ്കിൽ ചെറിയ പെയിനല്ല ജവഹർലാൽ നെഹ്റു എടുത്തിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു പറയുകയാണ്, RSS ഒരു സ്വകാര്യ സൈന്യം പോലെയാണ്, അത് വർഗീയവും ഫാസിസ്റ്റ് സ്വഭാവമുള്ളതുമാണ്. അതായത് എന്താണ് ഈ RSS എന്നുള്ളത് അതിപ്പോൾ പറഞ്ഞതാണ്. 48 മഹാത്മാഗാന്ധിയുടെ വധത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ സർദാർ വല്ലഭഭായ് പട്ടേൽ പറഞ്ഞത് RSSൻ്റെ പ്രവർത്തനങ്ങൾ ദേശവിരുദ്ധവും വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്. അവർ ഹിന്ദുക്കളെ മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് 48 സർദാർ വല്ലഭഭായ് പട്ടേൽ ഫെബ്രുവരി 4 പറഞ്ഞതാണ്. ഇനി സുഭാഷ് ചന്ദ്രബോസ്, ഇപ്പോൾ ഇവിടെ പടം ഇരിപ്പുണ്ടല്ലോ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്ററിൽ, അദ്ദേഹം പറഞ്ഞത് RSSൻ്റെ സങ്കുചിത ഹിന്ദുത്വ ആശയങ്ങൾ ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തിനെതിരാണ് എന്ന്. 1930കളുടെ അവസാനത്തിലും 40കളുടെ തുടക്കത്തിലുമൊക്കെ ഇതേ ആശയം പല ആവർത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദേശീയ നേതാക്കൾ അന്ന് സ്വീകരിച്ച നിലപാടിതാണ്. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ രാഷ്ട്രം 79 എത്തിയത്. മനസ്സിലായില്ലേ? അതിനോടെല്ലാം പോരാടിക്കൊണ്ടാണ് രാഷ്ട്രം 79 എത്തിയത്.